ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമ്മൾ ഇന്ന് ഇവിടെ വൈറൽ ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. എല്ലാവരും ഉണ്ടാക്കുന്ന കണ്ടു നമ്മുടെ 4 ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ടുള്ള ബീഫ് കറി. എന്നാൽ പിന്നെ ഒട്ടും വച്ച് താമസിപ്പിക്കേണ്ട, ഞാനും അതങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ആദ്യം തന്നെ നമ്മൾ കുക്കർ വെച്ചു. കുക്കർ ചൂടായി കഴിയുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണേ. അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കും. വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയാണ് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. അത്യാവശ്യം കുറച്ചധികം ചെറിയ ഉള്ളി വേണേ. കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ചധികം ചെറിയ ഉള്ളി വേണേ. അപ്പോൾ ചെറിയ ഉള്ളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റണം. നല്ലപോലെ ഒന്ന് വഴറ്റി കഴിഞ്ഞിട്ട് അത് നല്ല കളറൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വച്ചിട്ടുള്ള ചുമന്ന മുളക്, ചുമന്ന മുളകില്ലേ, ആ ചുമന്ന മുളക് ഇട്ട് അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇപ്പം തന്നെ നമ്മുടെ ഉള്ളിയുടെ കളറെല്ലാം മാറി വന്നിട്ടുണ്ട്. നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സായി വരുമ്പോൾ നല്ല മണം വരും ഇതിനകത്തുനിന്ന്. ഈ ഒരു ഇതിൻ്റെ എല്ലാം കൂടെ ഉള്ളി ഇടുമ്പോൾ തന്നെ കറിയുടെ ടേസ്റ്റ് ഒരു വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് നല്ല വഴട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചുമന്ന മുളകും കൂടെ ഇട്ട് നല്ലതുപോലെ അതിൻ്റെ കുത്തലൊക്കെ മാറുന്നിടം വരെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണേ. നല്ല മണമാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്ന നല്ലൊരു സ്മെല്ലാണ്. പിന്നെ നമ്മൾ ഇതിനകത്ത് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണേ. നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ബീഫ് കറി കഴിക്കാവുന്നതാണ്. പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, അപ്പത്തിൻ്റെ കൂടെ, പുട്ടിൻ്റെ കൂടെ, അങ്ങനെ പല ടൈപ്പുള്ള അപ്പങ്ങൾക്കൊപ്പം നമ്മൾക്കിത് ഈ ബീഫ് കറി നമുക്ക് കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ഇതാണ്. പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് ബീഫിനി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ഇതിനകത്ത് ബീഫ് ആഡ് ചെയ്ത് കൊടുത്തു. നല്ലപോലെ ബീഫ് ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ച് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിക്കണേ. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, നമുക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചാൽ ഒത്തിരി ചാറായിട്ട് പോവും. അപ്പോൾ നമ്മുടെ ഒരു കുറുകിയ പരുവം മതി. ആ ഒരു കുറുകിയ പരുവത്തിനായിട്ടുള്ളൊരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മൾ പിന്നെ വെന്തതിന് ശേഷം പിന്നെ വറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ളൊരു വെള്ളം ഇതിനകത്ത് യോജിപ്പിച്ച് കൊടുത്ത് കുക്കറിട്ട് അടച്ച് നല്ലപോലെ വിസിലടിച്ച് വെന്തതിന് ശേഷം തുറന്ന് നോക്കുക. ഇപ്പം കണ്ടോ, നമുക്ക് ആവശ്യത്തിനുള്ള ആ ഒരു പരുവമായിട്ടുണ്ട്. നല്ല ചാറും ഇത്രയും ഈ ഒരു കൺസിസ്റ്റൻസിയിൽ മതി നമുക്ക്. ഇതൊക്കെ നല്ല ടേസ്റ്റാണ്. പിന്നെ കരിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നേ. കറിവേപ്പില ഇടാൻ മറന്നുപോയി. അപ്പം കറിവേപ്പിലയും കൂടെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക. കറിവേപ്പില ചേർത്തത് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റാണ്. ഇത് ഞാൻ പുട്ടിൻ്റെ ഒപ്പമാണ് കേട്ടോ സെർവ് ചെയ്തത്. അപ്പോൾ നമ്മൾ നല്ലൊരു പുട്ടും ഉണ്ടാക്കി, അതിൻ്റെ കൂടെ ഈ ഒരു ബീഫ് കറിയും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു ബീഫ് കറിയും പുട്ടും കഴിക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ തന്നെ ബീഫും പുട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കുക. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, സൂപ്പർ സാധനമാണേ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും.